ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ തിരക്കുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കായിരുന്നു. പിന്നെ എന്നിട്ടാണ് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നീണ്ടു പോയി. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നു ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്യണം, നിങ്ങളൊന്ന് അറിയിക്കണം, ജെന്യുവിനായിട്ടുള്ളൊരു റിവ്യൂ അറിയിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നിൻ്റെ അല്ല, ഒരു മോയ്സ്ചറൈസറിൻ്റെ ആണ്. ഞാൻ ഈ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മോയ്സ്ചറൈസർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡെർമയുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് തീർന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു അന്നൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മാസം മുന്നേ ഞാൻ വാങ്ങിച്ചതാണ്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഫുള്ള് നമ്മൾ ഒന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എനിക്കൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. നിങ്ങളിത് മേടിച്ച ഡാം ഷുവറാണ്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ മോയ്സ്ചറൈസർ വേറെ ഒന്നിൻ്റെ അല്ല, നമ്മുടെ ഡോക്ടർ ഷീത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. അങ്ങനെയാണെന്നുകൊണ്ട് പ്രൊണൗൺസിയേഷൻ ഡോക്ടർ ഷീറ്റ്സിൻ്റെ ഫോർ ഇന്ത്യൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ മോയ്സ്ചറൈസർ വന്നിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡിൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ എന്നിട്ടാണ് റീൽസ് മറിച്ച് വയ്ക്കാലും ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ റീൽസ് നോക്കിയാലും ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഇതാണ്. എനിക്ക് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് 2-3 മാസം കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ചില സമയത്ത് ഡ്രൈ ആവും, ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഓയിലി ആയിരിക്കും. അങ്ങനത്തെ ഒരു സ്കിന്നാണ് കേട്ടോ എൻ്റെ, അങ്ങനത്തെ ഒരു സ്കിന്നാണ്. പിന്നെ ഒരു ഡിസംബർ ആ ഒരു മാസത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വന്നു സ്കിന്നും കാലും, അതായത് മുഖവും കാലും കൈയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു. പിന്നെ മൂക്കിൻ്റെ രീതി ഇവിടെയൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ വന്നു. അങ്ങനെ ഒരുമാതിരി ഒരു മുരി പിടിച്ചൊരു സ്കിന്നായിരുന്നു ഫുള്ള് ആ ഒരു ഡിസംബർ, ആ തണുപ്പ് മാസം, ജനുവരി ആ ഒരു മാസമൊക്കെ കേട്ടോ. അപ്പോഴാണ് ഞാനിത് വാങ്ങിച്ചത് ആദ്യമായിട്ട്. ഈ മോയ്സ്ചറൈസർ ഞാൻ രാവിലെയും കുളിച്ചിട്ടിടും, വൈകുന്നേരം കിടക്കണതിന് മുന്നേ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖമൊക്കെ കഴുകി ജസ്റ്റ് ഇതൊന്ന് കാലിലും ഇച്ചിരി വില കൂടുതലാണെങ്കിലും കാലിലൊക്കെ ഇടും. കാരണം കാലിലൊക്കെ നിറയെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ വരും. നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മാറ്റം എനിക്ക് തോന്നാറില്ല. വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടി കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തേച്ചാൽ മതി, അപ്പോൾ പിന്നെ ആ ഒരു ഡ്രൈനെസ് പോകും. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് തോന്നിയെന്താ വെച്ചാൽ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ കുറേ ഇങ്ങനെ പൊടി അബ്സോർബ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ ഇതൊന്നല്ല ഇതിൻ്റെ പരിഹാരം എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മോയ്സ്ചറൈസർ എനിക്ക് തോന്നി റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ, ഞാൻ ഡെർമഡയായിരുന്നു യൂസ് ചെയ്തത്. ഡെർമന് കുഴപ്പമില്ല, എന്നാലും ആ ഒരു ഡ്രൈനെസ് പോകണില്ല. അത് കുറച്ച് നേരം ആ ഒരു സോഫ്റ്റ്നെസ് നിൽക്കുള്ളൂ, ആ ഒരു ഡേ ഫുള്ള് നിൽക്കുന്നില്ല ആ ഒരു സോഫ്റ്റ്നെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതെൻ്റെ പണ്ടത്തെ ആ ഒരു ഇത് തീർന്നിട്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എല്ലാ ഓൺലൈൻ സംഭവത്തിൽ നിന്ന് കിട്ടും, മീഷോയിൽ നിന്ന് കിട്ടുമായിരിക്കും. മീഷോയിൽ ഞാൻ നോക്കിയിട്ടുള്ള ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ് വന്നിട്ട്. ഇതാണ് ഇത് ഞാനിപ്പോൾ പൊട്ടിച്ചുള്ളൂ കേട്ടോ. ഇതിൽ നല്ല അടിപൊളി സെക്യൂർ ആയിട്ട്, അതായത് ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവാത്ത രീതിയിൽ ഇതിങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് പാക്കിംഗ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് കളഞ്ഞതാണ്. അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒരു പാക്കിങ് വരുന്നത്. റിക്യുൾ എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീൻ ഞാൻ ഇതേപോലെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ഏകദേശം ഈ ഒരു കളർ പാറ്റേൺ ആണ്, പക്ഷേ ഇവിടെ ബ്ലാക്ക് അല്ല, വൈറ്റ് ആണ്. റിക്യുൾ നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീൻ ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അക്വലോജിക്കലാണ് കേട്ടോ. അത് ഞാൻ റിവ്യൂ പറയാം കേട്ടോ. അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ റിവ്യൂ ഞാൻ പറയാം, എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ഞാൻ 2-3 മാസം കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പാക്കേജിങ്ങിനെ പറ്റിയിട്ടാണ്. ഇവിടെ ഒരു ബ്ലാക്ക് മൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഡോക്ടർ ഷീറ്റ്സ് ഫോർ ഇന്ത്യൻ സ്കിൻ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ ദാറ്റ് ബൂസ്റ്റ് ഗ്ലോ ആൻഡ് സ്ട്രെങ്തേൺസ് സ്കിൻ ബാരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 1% വൈറ്റമിൻ സി കോംപ്ലക്സ്, സെറമൈഡ് കോംപ്ലക്സ്,
അശ്വഗന്ധ എക്സ്ട്രാക്റ്റ്, പിന്നെ ഡെർമറ്റോളജിസ്റ്റ് ഫോർമുലേറ്റഡ്, pH ബാലൻസ്ഡ് 50 ഗ്രാമിൻ്റെയാണ്, ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്ലൈ കോയിൻ സൈസ്ഡ് എമൗണ്ട് ഓൺ യുവർ ഫേസ് ആൻഡ് നെക്ക് പോസ്റ്റ് ക്ലെൻസിങ് ആൻഡ് ടോണിങ് യുവർ സ്കിൻ. പിന്നെ അതായത് നമ്മുടെ സ്കിന്ന് ക്ലെൻസിങ് ചെയ്തതിനും ടോണിങ് ചെയ്തതിനും ശേഷം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. വി റെക്കമെൻഡഡ് യൂസിങ് ദിസ് മോയ്സ്ചറൈസർ ഇൻ ബോത്ത് യുവർ AM ആൻഡ് PM റൊട്ടീൻ. അതായത് രാവിലെയും വൈകുന്നേരം ഇത് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ശരിയാണ്, രാവിലെയും വൈകുന്നേരം ഇത് യൂസ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല, കുറേ സംഭവങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മേ റിസൾട്ട് ഇൻ എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ കളർ ഓർ ടെക്സ്ചർ. ഹവർ ദിസ് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ ദ എഫിഷ്യൻസി ഓൺ ദ പ്രൊഡക്റ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. 50 ഗ്രാമിൻ്റെ ഒരു പാക്കിംഗ് ആണിട്ടത്. ഇതിന് 349 രൂപയാണ് നമുക്ക് പറയുന്നത്. 349 രൂപയാണ് ഇതിന്. എനിക്കെന്തോ 320 സംതിങ് കുറച്ച് എമൗണ്ട് കുറവിനാണ് കിട്ടിയത്. 328 അങ്ങനെ എന്തോ സംതിങ്ങിനാണ് കിട്ടിയത്. കറക്റ്റ് നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കിങ്. പിന്നെ ഇത് ഇങ്ങനെ തുറക്കാം. നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു വൈറ്റാണ് വരുന്നത്. നമുക്ക് നോക്കാം, ഇതൊന്ന് ഇട്ട് കയ്യിലിട്ടിട്ട് നോക്കാം. നമ്മൾ കയ്യിലിടാം. കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല, ആ ഒരു 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 വെറ്റ് പോലെ നമുക്ക് കാണുന്നില്ല, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോലെ തോന്നുന്നില്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്നിട്ടാണ് ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു സ്മെല്ലില്ല, ഒരു ഓയിൽമെൻറ്റിൻ്റെ സ്മെല്ല് പോലെ, ഓയിൽമെൻറ്റിൻ്റെ ഒരു മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല്. എന്നാൽ അരോചകമായിട്ടുള്ളൊരു സ്മെല്ലല്ല, എന്നാൽ ഭയങ്കര സ്മെല്ലുമില്ല, സ്മെല്ലില്ല കേട്ടോ, അത് പറയാം. എന്നിട്ടാണ് ഒട്ടും സ്മെല്ലില്ല ഇതിന്. പിന്നെ എനിക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സ്മെല്ലും കാണുന്നില്ല. തേച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ഓയിൽമെൻറ്റിൻ്റെ സ്മെല്ല് പോലെ തോന്നി. ഇപ്പോൾ ഒട്ടും സ്മെല്ലില്ല. പക്ഷേ സ്മെല്ലില്ലാത്തതാണ് നല്ലതെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ സ്മെല്ല് ചേർക്കണതൊക്കെ കുറേ പല കാര്യങ്ങളൊക്കെ ചേർക്കുന്നതായിരിക്കും. അതൊന്നും ഇല്ലാത്ത അടിപൊളി ഒരു സാധനമാണ്. പിന്നെ ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇത് ഞാൻ 2 നേരം യൂസ് ചെയ്യും. രാവിലെ കുളിച്ചതിന് ശേഷം, മുഖമൊക്കെ ഓൾറെഡി കഴുകിയിട്ടാണല്ലോ നമുക്ക് കുളിച്ചതിന് ശേഷം യൂസ് ചെയ്യും. പിന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നും യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഡിസംബറിലൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു സ്കിന്ന്. അത് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് മാറി കിട്ടിയിട്ട് സത്യമായിട്ടും അതെ. എന്നിട്ടാണ് അതാണ് ഇത്രയും വൈകിയത് ഈ ഒരു റിവ്യൂ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് അന്ന് തന്നെ കുറച്ച് ദിവസം ചെയ്തപ്പോൾ തന്നെ ചെയ്യായിരുന്നു. പക്ഷേ ഞാനതാണ് ഇത്രയും വൈകിച്ചത്. കാരണം നമ്മൾ അറിഞ്ഞിട്ട് അത് നിങ്ങളോട് പറയുന്നതല്ലേ ശരി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ടത്തിനെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ചാനലിനെ ബാധിക്കും. അപ്പോൾ എന്നിട്ടാണ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിശ്വസിച്ചിട്ട് മേടിക്കാൻ പറ്റുന്നൊരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ. ഇനി ഓയിലി സ്കിന്നാണെങ്കിലും വലിയ കുഴപ്പമില്ല. എൻ്റെ രണ്ടും കൂടെ കലർന്നിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലി അല്ല, കണ്ടില്ലേ, ഒട്ടും ഓയിലി അല്ല, കണ്ടില്ലേ. അത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ ആ ഒരു സ്കിന്നിനെ നല്ലതായിട്ട് നറീഷ് ചെയ്തിട്ടിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ. രാവിലെയും തേക്കുക, വൈകുന്നേരവും തേക്കുക കേട്ടോ. തേച്ചിട്ട് കിടന്നുറങ്ങുക. വലിയ പണിയൊന്നുമില്ലല്ലോ. നമ്മുടെ സ്കിന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാകും. നമ്മളെപ്പോഴും അത് നറീഷ് ചെയ്ത് വെക്കണം. ഡ്രൈ ആയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ സ്കിന്ന് എത്രത്തോളം നന്നാവുന്ന അത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടും കേട്ടോ. നമ്മൾ ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല, നമ്മൾ എന്നിട്ടാണ് ജീവിക്കാൻ കാശുണ്ടാക്കിയാൽ പോരെ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത അല്ല വേണ്ടത്. നമ്മുടെ ആ ഒരു എന്നിട്ടാണ് ബോഡിയും നമ്മൾ അടിപൊളിയായിട്ട് നോക്കണം. അപ്പം നമുക്ക് ഒരിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. പിന്നെ അത് സ്കിൻ ടോൺ ഏതായാലും ഇപ്പോൾ ഡാർക്കായാലും ബ്രൈറ്റായാലും അങ്ങനെ ഉള്ളവർക്കും അത് നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാം. അതാണ് നമ്മൾ ഇതാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ.
പിന്നെ ഒരിടയ്ക്ക് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാണ്ടിരുന്നൊരു സമയമുണ്ട്. അത് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാണ്ടായി. അപ്പോഴാണ് ആ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് കൂടിയത്. എനിക്കിവിടെ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളും മൂക്കിൻ്റെ ഇടയിൽ അതൊക്കെ വന്നു. പക്ഷേ ഈ ഒരു സംഭവം തേച്ചതോട് കൂടി, അതായത് ഈ ഒരു മോയ്സ്ചറൈസർ തേച്ചോടെങ്കിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ എൻ്റെ ഒരു ചിന്താഗതി വെച്ചാൽ എന്തിനാണ് ഈ മോയ്സ്ചറൈസർ തേക്കുന്നത്, വെറുതെ മുഖം കഴുകി സോപ്പിട്ടാൽ പോരെ, അപ്പോൾ നല്ല ഒരു ക്ലിയർ കിട്ടില്ലേ, എന്തിനാണ് ഈ സൺസ്ക്രീനൊക്കെ തേക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു, ഒരു പഴഞ്ചൻ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴായപ്പോൾ പിന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്, സൺസ്ക്രീൻ്റെയും മോയ്സ്ചറൈസറിൻ്റെയും. ആദ്യം നമ്മൾ കുളിച്ചിട്ട് മോയ്സ്ചറൈസർ ഇടുക, അതിനുശേഷം മാത്രമാണ് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാവുന്നൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു സംഭവം, വെണ്ണ പോലത്തെ ഒരു സ്ട്രക്ചറാണ്. പക്ഷേ റിക്കിളിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ല കേട്ടോ. റിക്കിൾ കുറച്ചും കൂടി, അത് സൺസ്ക്രീനിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഡെർമയുടെ മോയ്സ്ചറൈസർ ഞാൻ ഇതേപോലെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിനേലും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറയാം, ഡെർമനയിലും വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ ഷീറ്റിൻ്റെ അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിക്കാം. ലിങ്ക് ഇപ്പോൾ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ ഇടാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ എന്നിട്ടാണ് അത്രയൊക്കെ കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു മോയ്സ്ചറൈസറാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിതൊന്ന് ഓർഡർ ചെയ്ത് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 350 രൂപ നമുക്ക് വേണ്ടി ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ, നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അന്വേഷിക്കുന്ന നല്ലൊരു മോയ്സ്ചറൈസർ അന്വേഷിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.